ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടോ, എന്റെ മുഖത്തിന് ഇപ്പൊ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. എന്താ? എന്താണെന്ന് കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. എന്തോ ഒരു തിളക്കം. മനസ്സിലെ സന്തോഷ. പിന്നെ എനിക്കിഷ്ടം ഈ ഗാഥയെ കേട്ടോ. സിമ്പിളായ ചെറിയ ചെറിയ വാക്കുകളിൽ സംസാരിക്കുന്ന, സംസാരത്തിൽ സ്വീറ്റ്നെസ് ഉള്ള ഈ ഗാഥ. ഇനി ഒരിക്കലും ഇന്നലെ കണ്ട ഗാഥ ആവരുത്. ഇത് തന്നെ മതി. പിന്നെ എന്റെ സ്വഭാവത്തില് തനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചേഞ്ച് ചെയ്യേണ്ട എന്തെങ്കിലും? ഇല്ല. അല്ല, അങ്ങനെ പെട്ടെന്ന് മറുപടി ഒന്നും പറയണ്ട. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നവീനെ പോലെ ഒരാള് ഒരു പെൺകുട്ടിയുടെ ഭാഗ്യ. ദൈവം മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചാലേ ഒരാൾക്ക് നവീനെ സ്വന്താക്കാൻ പറ്റൂ. എനിക്കതിനുള്ള ഭാഗ്യമുണ്ട്. ഈ സ്നേഹം എനിക്ക് കുറച്ചെങ്കിലും കിട്ടിയല്ലോ. ബാക്കിയോ? ബാക്കി ഞാൻ ആർക്കാ കൊടുക്ക? എല്ലാം തനിക്ക് തന്നെ. അയ്യോ, നേരം വൈകി. ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. എന്തെങ്ങനെ ചിരിക്കുന്നേ? അല്ല, ചില കാമുകിമാര് കൂടെ നിൽക്കുന്ന കാമുകന്മാരോട് പറയും, അച്ഛൻ വരുമ്പോ ഞാൻ വീട്ടിലില്ലെങ്കിൽ ശരിയാവില്ല, പോട്ടെ എന്നൊക്കെ. ഇതേതാണ്ട് അതേപോലെ എനിക്ക് തോന്നി. എടോ, വീട്ടിലേക്ക് പോകാൻ വൈകിയാൽ എന്താ? നമ്മൾ ഒരുമിച്ചല്ലേ? അതെ, എന്നാലും നമുക്ക് പോവാം. എന്നിട്ടേ നവീൻ എന്നെ വഴിയിൽ എവിടെയെങ്കിലും വിട്ടിട്ട് ഓഫീസിലേക്ക് പൊയ്ക്കോ. ഇനി എന്താ ഓഫീസിൽ? അല്ല, മാണിക്കുഞ്ഞ് നോക്കിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണ്ടേ? അപ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം. ബാ, എണീറ്റേ. മാണിക്കുഞ്ഞ് എനിക്ക് പകരം ഒരു കാര്യം ചെയ്താലേ അത് പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ആയിരിക്കും. അല്ല, നമുക്കിപ്പോ വീട്ടിലേക്ക് തന്നെ പോണോ? പിന്നല്ലാതെ. ഇവിടെ അടുത്ത് എൻ്റെ ഒരു പരിചയക്കാരൻ്റെ ഹോട്ടലുണ്ട്. നല്ല വൈബുള്ളൊരു ഹോട്ടലാ. നമുക്ക് നേരെ അവിടെ ചെന്ന് ഒരു റൂമൊക്കെ എടുത്ത് ഒന്ന് കൂടിയാലോ? എന്നിട്ട് നമുക്ക് നാളെ രാവിലെ തിരിച്ചു പോവാം. അയ്യോ, വേണ്ട വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. ദേ വന്നല്ലോ വീണ്ടും ആ കാർമുകില്. എന്നാ പിന്നെ തന്നെ ഞാൻ ടെൻഷൻ ആക്കുന്നില്ല. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അയ്യോ നവീൻ, എഴുന്നേറ്റ് പാടോ. വന്നേ നവീൻ. വാ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ഗാഥ ഉണ്ടാവില്ലേ? ഇതാരെ താനീ വിളിക്കുന്നത്? അത് മനസ്സിലായി, മമ്മിയല്ലേ? സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങൾ വന്നാലേ ഏറ്റവും കൂടുതൽ വിളിച്ചറിയിക്കാനുള്ളത് മമ്മിയെ തന്നെയാണല്ലോ. എന്തായാലും തൽക്കാലം മമ്മിയും മോളും തമ്മിലുള്ള സംസാരം വേണ്ട. ഇപ്പൊ കൂടെ ഇരുന്ന് സംസാരിക്കാനേ ഞാനുണ്ട്. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് മമ്മിയെ വിളിക്കാം. ഓക്കെ?